ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. 10th ക്ലാസ്സിലെ മാത്സിൻ്റെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന ടോപ്പിക്കാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡിഗ്രി 2 ആയിട്ട് വരുന്നത്. ഡിഗ്രി 1 ആയിട്ട് വരുന്ന ഇക്വേഷൻ ഏതാണ്? x+1 എന്നുള്ളത് ഡിഗ്രി 1 ആയിട്ട് വരുന്ന ഇക്വേഷനാണ് x+1. x+1 എന്നുള്ളത് ഡിഗ്രി 1 ആണ്. കാരണം എന്ന് വെച്ചാൽ എക്സിൻ്റെ ഡിഗ്രി 1 ആണ്. അത് നമ്മൾ ഇടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എക്സിൻ്റെ ഡിഗ്രി 1 ആയതുകൊണ്ടാണ് അത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആവുന്നത്. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ അതാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നെക്സ്റ്റ് അതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉള്ളത്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉള്ളത് ഈ എക്സിൻ്റെ ഡിഗ്രി എന്നുള്ളത് 2 ആവും. എക്സിൻ്റെ ഡിഗ്രി 2ഉം ബാക്കിയുള്ളത് ഇല്ല എങ്കിൽ തന്നെ x² എന്ന് മാത്രം പറഞ്ഞാൽ തന്നെ അതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. കാരണം എന്ന് വെച്ചാൽ പ്ലസ് x⁻² അല്ലെങ്കിൽ 0 × x⁻1 പ്ലസ് 0 × x⁻0 ഇങ്ങനെയാണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം എന്നുള്ളത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം എന്നുള്ളത് ax² പ്ലസ് bx പ്ലസ് c. ഇതാണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. a b c എന്നുള്ളത് നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സാണ്. എക്സ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. ആ നമ്പർ ഇട്ടെങ്കിൽ മാത്രമേ ആ ഒരു നമ്പർ മാത്രം, അല്ലെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് നമ്പർ, ഈ രണ്ട് നമ്പർ ഒന്ന് അല്ലെങ്കിൽ രണ്ട് നമ്പർ, ഈ രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നെങ്കിൽ മാത്രമേ ഇതൊരു ആൻസർ ആകത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് വെറുതെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായിട്ട് ഇവിടെ നമുക്ക് 5x² plus 3x plus 1 is equal to 0 ഇങ്ങനൊരു കാര്യം വരികയാണ്. സോ നമുക്ക് ഇതൊരു ചെറിയ ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ ചെറുതായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ എക്സിന് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 0 വരുന്നത് എന്ന് വെച്ചാൽ 5x² പ്ലസ് 3x ഇത്രയും ചെയ്യുമ്പോൾ ഇതിനകത്ത് -1 കിട്ടുകയും +1 ചേർന്ന് അത് 0 ആവുകയും ചെയ്യും. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ -1 ആവുന്ന നമ്പർ ഏത്? അങ്ങനെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ആലോചിച്ച് കണ്ടുപിടിക്കാൻ നിൽക്കുമ്പോൾ 5 പ്ലസ് -3 -2 വരും. ഇൻ കേസ് അത് 1 ആയിരുന്നെങ്കിൽ ഇത് 2 ആയിരുന്നുവെങ്കിൽ ഇവിടെ -1 കൊടുക്കും. -1ൻ്റെ 5 -3 + 2 അങ്ങനെ വരുമ്പോൾ അത് 0 ആവുമായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ 1 വെച്ചാൽ നമുക്ക് നോക്കാം. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതാണ് x = -b ± √b² - 4ac /2a. ഈ ഡിവൈഡ് ഫുള്ളായിട്ടാണ്. -b മുതൽ ഇതിൻ്റെ എൻഡ് വരെ റൂട്ടിനകത്തുള്ളതും എല്ലാത്തിൻ്റെയും ഡിവൈഡാണ് 2a എന്നുള്ളത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ വരുന്നത് ഇത് വെച്ച് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. ഇക്വേഷൻ വരുന്നത് എന്താണ്? അടുത്ത് തൊട്ട് പുറത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനകത്ത് കുറച്ച് കണ്ടീഷൻസും കൂടി ഉണ്ട്, അത് നമുക്ക് പറയാം. അപ്പോൾ ഇതിനകത്ത് ഉള്ള വാല്യൂസ് ഇങ്ങനെ 0 ആയിട്ട് കിട്ടുന്ന ഒരു p(x) മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ എടുത്തിടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ a എന്നുള്ളത് 5 ആണ്, b എന്നുള്ളത് 3 ആണ്, c എന്നുള്ളത് 1 ആണ്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ h = -b ആകുമ്പോൾ -3 പ്ലസ് or -√b² - 4ac. b² എന്നുള്ളത് 3² 3² - 4 × 5 × 1 all divide by 2 × 5 which is equal to -3 plus or minus √9 - 20 divided by 10. ഇങ്ങനെയാണ് അത് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഇത് ഇനി ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ റൂട്ടിനകത്തുള്ളത് -11 വരും. നെഗറ്റീവ് ആയിട്ടുള്ള സംഖ്യയ്ക്ക് റൂട്ട് വാല്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ അതിന് ആൻസർ ഇല്ല. ഇങ്ങനൊരു ക്വസ്റ്റ്യന് ആൻസർ കിട്ടത്തില്ല. ഇൻ കേസ് ഇത് 2 ആണ് എങ്കിലും -1 കിട്ടത്തുള്ളൂ. -1 കിട്ടാനായിട്ട് -1 ആയിട്ട് തന്നെ കിട്ടത്തില്ല.
അതുകൊണ്ട് തന്നെ അത് നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റത്തില്ല, വാല്യൂ ഇല്ലാത്ത ഒരു നമ്പറാണ്. എന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ഒരു നമ്പർ, ഇങ്ങനൊരു ഇക്വേഷൻ വെച്ച് ഒരു നമ്പറും കിട്ടത്തില്ല. ഇങ്ങനെ കിട്ടുന്ന ഒരു നമ്പർ വെച്ച് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ബിയുടെ സ്ഥാനത്ത് നമുക്കൊരു 6 കൊടുക്കാം. ബിയുടെ സ്ഥാനത്ത് 6 കൊടുക്കുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് മൊത്തം നമുക്ക് മാറ്റാം. ബിയുടെ സ്ഥാനത്തുള്ള വാല്യൂസ് മാത്രം 6 കൊടുക്കുമ്പോൾ ബിയുടെ സ്ഥാനത്ത് അവിടെ ഇവിടെ ബി തന്നെയാണ്. ഇവിടെ താഴെ 3യുടെ പകരം 6, 3ക്ക് പകരം 6, ഇവിടെ അകത്തെ ബി സ്ക്വയറിന് പകരം 6 സ്ക്വയർഡ്. അപ്പോൾ ഇവിടെ വരുന്നത് 6 സ്ക്വയർ 36. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത്, ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്തൊരു പോസിറ്റീവ് വാല്യൂ കിട്ടും. പോസിറ്റീവ് വാല്യൂവിനെ നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ -6 പ്ലസ് ഓർ മൈനസ് റൂട്ട് 36 - 20 റൂട്ട് 16 ഡിവൈഡ് ബൈ 10. അപ്പോൾ -6 പ്ലസ് ഓർ മൈനസ് 4 ഡിവൈഡ് ബൈ 10. അപ്പോൾ പ്ലസും മൈനസും ചെയ്യണം. ഇപ്പോൾ 2 വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ 2 വാല്യൂ കിട്ടാനായിട്ട് ഒന്ന് നമുക്ക് പ്ലസ് ഇപ്പോൾ ചെയ്യാം, ഇവിടെ പ്ലസ് ചെയ്യാം, ഇവിടെ മൈനസും ചെയ്യാം. ഇവിടെ പ്ലസ് ചെയ്യുമ്പോൾ -6 പ്ലസ് 4 ഡിവൈഡ് ബൈ 10 വിച്ച് ഈസ് ഈക്വൽ ടു -2/10 വിച്ച് ഈസ് ഈക്വൽ ടു -1/5. അവിടെ -1/5 എന്നുള്ള ആൻസർ കിട്ടി. ഇപ്പോൾ അല്ലെങ്കിൽ മൈനസ് ആണെങ്കിൽ മൈനസ് നമുക്ക് ഇട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന -6 - 4 ഡിവൈഡ് ബൈ 10 വിച്ച് ഈസ് ഈക്വൽ ടു -10/10 വിച്ച് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ -1 ഇട്ടാലും -1/5 ഇട്ടാലും സെയിം ആൻസർ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒന്ന് നമുക്ക് ഇക്വേഷനകത്തോട്ട് ഇട്ട് നോക്കാം. ഇക്വേഷനകത്ത് ജസ്റ്റ് നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻ 5² പ്ലസ് 6x പ്ലസ് 1 എന്നുള്ള ഇക്വേഷനാണ്. അതിനകത്ത് നമുക്ക് ഇട്ട് നോക്കുമ്പോൾ രണ്ടായിട്ട് നമുക്ക് ഇട്ട് നോക്കാം. 5 ഇൻറ്റു -1/5² പ്ലസ് 6 ഇൻറ്റു -1/5 പ്ലസ് 1 എന്നാൽ ചെയ്ത് നോക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് 5 ഇൻറ്റു -1² പ്ലസ് 6 ഇൻറ്റു -1 പ്ലസ് 1 രണ്ടും ചെയ്ത് നോക്കുമ്പോൾ 0 ആണോ കിട്ടുന്നതെന്ന് നോക്കാം. ഇത് ചെയ്യുമ്പോൾ 5 ഇൻറ്റു 1/25 പ്ലസ് -6/5 പ്ലസ് 1 ചെയ്യുമ്പോൾ 1/5 പ്ലസ് 6/5 പ്ലസ് 1 മൈനസ് ഇവിടെ വരും. ഓക്കെ, ഇവിടെ മൈനസ്. ഓക്കെ, ഇവിടെ ചെയ്യുമ്പോൾ 5 പ്ലസ് -6 പ്ലസ് 1. അപ്പോൾ ഇവിടുത്തെ ആകുമ്പോൾ 1/5 മൈനസ് 6/5 പ്ലസ് 1. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് വെച്ചാൽ ബോർഡ് മാസ് അനുസരിച്ച് നമ്മൾ ആദ്യമേ അഡീഷൻ ചെയ്തിട്ട് സബ്സ്ട്രാക്ഷൻ ചെയ്യുക. ഇതിനകത്തുള്ള അഡീഷൻ പ്ലസ് 1ൻ്റെ അഡീഷൻ ആണ്. പ്ലസ് 1ൻ്റെ അഡീഷൻ ഇപ്പോൾ 1 മൈനസ് 6/5 പ്ലസ് 1/5 ഇങ്ങനെ എഴുതാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ പ്ലസ് ആണ് വാല്യൂ ഫ്രണ്ടിലുള്ളത്, ഇതിൻ്റെ വാല്യൂ മൈനസ് ആണ്, ഇതിൻ്റെ ഫ്രണ്ടിലുള്ളത് പ്ലസ് ആണ്. സയൻസ്. അപ്പോൾ ഈ സയൻസ് അടുത്തടുത്തുള്ളത് നമുക്ക് അടുത്തടുത്ത് ചെയ്യാം. അപ്പോൾ 1 പ്ലസ് 1/5 മൈനസ് 6/5 ഇത് ചെയ്യുമ്പോൾ 1 പ്ലസ് 1/5 5 പ്ലസ് 1 6 6/5 മൈനസ് 6/5 വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇംപ്രോപ്പർ ആക്കുന്ന രീതിയാണ്. എന്ന് വെച്ചാൽ 1 ഇൻറ്റു 5 5 പ്ലസ് 1 6 6/5 മൈനസ് 6/5. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇവിടെ 0. അപ്പോൾ നമുക്ക് 1/5 മൈനസ് 1/5 എന്നുള്ള ആൻസർ കറക്റ്റ് ആണെന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിന് ബാക്കി ചെയ്യണം -1ൻ്റെ. -1 ചെയ്യുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഇടാം 5 ഇൻറ്റു -1² പ്ലസ് 6 ഇൻറ്റു -1 പ്ലസ് 1. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടണം. 0 കിട്ടിയാലേ നമുക്ക് -1 കറക്റ്റ് ആണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 5 പ്ലസ് -6 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 5 - 6 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു അതിൻ്റെ സയൻസ് നമ്മൾ അതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്യുക. അതിൻ്റെ സയൻസ് ഓർഡർ ചെയ്യാതെ നമ്മൾ ചെയ്യുമ്പോൾ തെറ്റിപ്പോകും. അപ്പോൾ സയൻസ് ഓർഡർ ചെയ്യുക. അപ്പോൾ 5ൻ്റെ സൈൻ പോസിറ്റീവ് ആണ്, അതിനായിട്ടുള്ള പോസിറ്റീവ് സൈൻ പ്ലസ് 1. പിന്നീടുള്ളത് -6. ഇതിപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബോർഡ് മാസ് അനുസരിച്ച് ആദ്യം നമുക്ക് ഓർഡർ അനുസരിച്ച് നോക്കാം. 5 പ്ലസ് 1 6 6 - 6 = 0.
അപ്പോൾ ഇത് രണ്ട് വാല്യൂ ഇട്ട് കൊടുത്താലും അതിന് ആൻസർ 0 കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. h is equal to -b plus or minus root b square minus 4ac divided by 2a എന്നുള്ള ഇക്വേഷൻ എങ്ങനെ വന്നു എന്ന് നോക്കാം. അതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് വന്നതെന്ന് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, -b plus or minusനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പറയാം. സ്റ്റാൻഡേർഡ് ഫോം നമ്മൾ എഴുതുകയാണ്. നമുക്ക് രണ്ടായിട്ട് ബോർഡ് തിരിക്കേണ്ടി വരും, കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഫുൾ ബോർഡിനകത്ത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ മായിച്ചിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ ax² + bx + c = 0 ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. സ്റ്റാൻഡേർഡ് ഫോമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിനകത്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷനകത്ത് നിന്ന് എടുക്കുക എന്നുള്ളതാണ്, കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്ന് ആദ്യമേ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുക. അതുകൊണ്ട് തന്നെ ഈ x² അവിടെയുള്ള a കളയണം. x² കൂടുള്ള a കളയാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ബൈ a ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് മാത്രം ചെയ്താൽ മതിയോ? ഡിവൈഡ് ബൈ ഇവിടെ ചെയ്യണം, ഇവിടെ ചെയ്യണം, ഇവിടെ ചെയ്യണം. എല്ലായിടത്തും ഒരു പോണക്ക് എന്ത് ചെയ്തെങ്കിലും എല്ലായിടത്തും ഒരു പോണക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെത് ചെയ്യുമ്പോൾ a കളയാൻ വേണ്ടിയിട്ട് a/a h² + b/a h² + c/a = ഇവിടെ ബൈ a എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, 0 തന്നെ എഴുതുന്നത് എന്തായാലും, അതുകൊണ്ട് 0 എഴുതുന്നു. പിന്നീട് അതിൻ്റെത് ഇപ്പോൾ ഇവിടെ a കട്ടായി പോകും, അപ്പോൾ h² + b/a + b/x + c/a = 0. ഇതിന് ബാക്കി നമ്മളിവിടെ ഇത് എക്സിൻ്റെ വാല്യൂ എക്സ് ഇല്ലാത്ത സാധനം നമ്മൾ അപ്പുറത്തിടുമ്പോൾ h² + b/ax പ്ലസ് ഉണ്ട്, അപ്പുറത്ത് ഈക്വൽ ടു -c/a അവിടെ എഴുതുന്നു. ഇനി ബാക്കിയുള്ളത്, ഇനി നമുക്ക് ഇതൊരു a + b the whole square = ആ ഒരു ഫോമിലോട്ടാണ്, a + b the whole square എന്ന ഫോമിലോട്ടാക്കണം. ആ ഫോമിലോട്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം പറയാം. ഇവിടെ ഞാൻ ജസ്റ്റ് എഴുതുകയാണ്. a + b the whole square = a² + 2ab + b² എന്നതാണ്. അപ്പോൾ നടുക്കത്തത് 2 × a യും b യും ആണ്. അപ്പോൾ നടുക്കത്തെ സംഖ്യ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും. ഇവിടെ a 1 ആണ്. അപ്പോൾ 2 കൊണ്ട് 1നെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്തായാലും 2 തന്നെ എഴുതത്തുള്ളൂ. അതിൻ്റെ കൂടെ എഴുതുന്ന സംഖ്യ ഏതാണെന്ന് വെച്ചാൽ അതാണ് പിന്നീട് എഴുതുന്നത്. മൂന്നാമതായിട്ട് അവിടെ വരുന്ന ആ മൂന്നാമത്തെ ഡിജിറ്റ്, അതിൽ വരുന്ന നമ്പർ എന്ന് വെച്ചാൽ അവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ എക്സിൻ്റെ കൂടുള്ള വേരിയബിൾ എന്നുള്ളത് അവിടെ 1 ആണ്. അതുകൊണ്ട് തന്നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് തന്നെ കിട്ടും. അപ്പോൾ നമുക്കവിടെ ഡിവൈഡ് ബൈ 2 ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആ c കിട്ടും. c കിട്ടാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ബൈ a ചെയ്ത് നോക്കാം. അപ്പോൾ h² + b/ ഇങ്ങനെയാണല്ലോ എന്തായാലും എഴുതുന്നത്, നമ്മൾ ഇങ്ങനെ അങ്ങ് എഴുതിയാണെങ്കിൽ പ്ലസ് ഇതെഴുതിയാൽ 2 തന്നെ വെട്ടിപ്പോയി കിട്ടും. അപ്പോൾ ഇതിൻ്റെത് നമ്മൾ രണ്ട് സൈഡിൽ എഴുതാൻ വേണ്ടി തന്നെയാണ് ഇതിൻ്റെ സിയുടെ വാല്യൂ. അപ്പം ഈ സി അല്ല, വേറെ കറക്റ്റായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഉള്ള സിയുടെ വാല്യൂ, അല്ലെങ്കിൽ h + y + z അങ്ങനെയുള്ള ഇസഡിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇത് 2 കളയുമ്പോൾ 2ഉം ഇവിടുത്തെ 1ഉം കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ, 2ഉം 1ഉം കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ഇതെത്രയാണ്? ഇവിടെ b/2a, ഇവിടുത്തെ 2ഉം 1ഉം കൂടി പോകുമ്പോൾ b/2a² = -c/a പ്ലസ്, ഇവിടെ പ്ലസ് അല്ലേ, പ്ലസ് തന്നെ. അപ്പോൾ b/2a² അതിൻ്റെയും സ്ക്വയർ. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇത്രയും നമ്മൾ എഴുതി. ഇച്ചിരി കൂടി ഇതാക്കാൻ മതി. ഓക്കെ, ഇച്ചിരി കൂടി ലാബറേറ്റ് ചെയ്തെഴുതാൻ എന്തായാലും കുഴപ്പമില്ല. h² + b/ax + b/2a² = -c/a plus b/2a². ഇത്രയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. h² + b/ax + b/2a² = -c/a
ബൈ എ പ്ലസ് ബി ബൈ 2a ദി ഹോൾ സ്ക്വയർ. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന ഫോമിലേക്ക് ഇത് മാറും. അപ്പോൾ ഇതിനെ നമുക്ക് ഷോർട്ടാക്കി ഇങ്ങനെ എഴുതാൻ പറ്റും, എക്സ് പ്ലസ് ബി ബൈ 2a ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് അതെടുത്ത് എഴുതാണ് എക്സ് പ്ലസ് ബി ബൈ 2a ഹോൾ സ്ക്വയർ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ എന്തൊക്കെയാണ് എഴുതുന്നത്? മൈനസ് സി ബൈ എ പ്ലസ് നമ്മളത് സ്ക്വയർ അകത്തോട്ടും കൂടി ചെയ്യുന്നു. സ്ക്വയർ അകത്തോട്ടും കൂടി ചെയ്യുമ്പോൾ ബി സ്ക്വയർ ബൈ 2ൻ്റെ സ്ക്വയർ 4, എയുടെ സ്ക്വയർ എ സ്ക്വയർ. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. എക്സ് പ്ലസ് ബി ബൈ 2a ഹോൾ റേസ് ടു 2 ഇസ് ഈക്വൽ ടു മൈനസ് സി ബൈ എ പ്ലസ് ബി സ്ക്വയർ മൈനസ് 4a സ്ക്വയർ, ബി സ്ക്വയർ ബൈ 4a സ്ക്വയർ. അപ്പോൾ ഇത്രയും ചെയ്തു. ഇതിൻ്റെ ബാക്കി നമുക്ക് ഇതിന് മുകളിലോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അത് ഓണക്കെടുത്ത് മേലോട്ട് ഇടാം. എക്സ് പ്ലസ് ബി ബൈ 2a ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇത് നമുക്കൊന്ന് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്യുമ്പോൾ ബി സ്ക്വയർ ബൈ 4a സ്ക്വയർ മൈനസ് സി ബൈ എ, ഇങ്ങനെ ഓർഡറിലാണ് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ഇതിനകത്ത് ചെയ്യാം. ബാക്കി ഇതിനകത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഇത് ടേംസ് എല്ലാം കൂടി ഒരുമിപ്പിച്ച് എഴുതുക എന്ന് വെച്ചാൽ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ് പ്ലസ് ബി ബൈ 2a ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി സ്ക്വയർ എ ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു സി ഡിവൈഡ് ബൈ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കോമൺ ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കാം, എ സ്ക്വയർ ഇൻറ്റു എ എന്ന് എഴുതി വെക്കാം. 4a ക്യൂബ് എന്ന് എഴുതിയാൽ മതി, എങ്കിൽ തന്നെ 4a സ്ക്വയർ ഇൻറ്റു എ എന്ന് എഴുതി വെക്കുക. കാരണം വെച്ചാൽ നമുക്ക് എ കോമൺ എടുത്ത് കളയാൻ പറ്റും ഇപ്പോൾ തന്നെ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ബി ബൈ 2a ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇതിനകത്ത് എ നമ്മൾ കോമൺ എടുക്കുക, ബി സ്ക്വയർ മൈനസ് 4, ഇതിനകത്ത് നിന്ന് ഒരു എ പോയാൽ ബാക്കി ഒരു എ ഉള്ളൂ, ബാക്കി സി എ കോമൺ ആണ്. അതുകൊണ്ട് ബാലൻസ് ഉള്ളത് ഇവിടെ താഴെയും ഒരു എ, നമ്മൾ ഈ ഇപ്പുറത്തങ്ങ് എഴുതി, ഇൻറ്റു 4a സ്ക്വയർ. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഈ 4 എ വെട്ടിക്കളയാം. ബാക്കിയുള്ളത് എക്സ് പ്ലസ് 2ab എക്സ് പ്ലസ് ബി ബൈ 2a ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 4a സ്ക്വയർ. ഇത്രയും കിട്ടി. എക്സ് പ്ലസ് ബി ബൈ 2a ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 4a സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ സ്ക്വയർ അപ്പുറത്ത് കളയാം. ഈ സ്ക്വയർ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? റൂട്ട് ആവും. അപ്പോൾ എക്സ് പ്ലസ് ബി ബൈ 2a ഈസ് ഈക്വൽ ടു റൂട്ട് മൊത്തത്തിലുള്ള നിങ്ങളുടെ പൊക്കി ഇടുക കേട്ടോ, ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 4a സ്ക്വയർ. ഇത്രയും കിട്ടി. നമുക്ക് ഇത് ബാക്കി മുകളിലോട്ട് ചെയ്യാവുന്നതാണ്. എക്സ് പ്ലസ് ബി ബൈ 2a ഈസ് ഈക്വൽ ടു റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 4a സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇവിടുന്ന് നമ്മളിത് റൂട്ട് അങ്ങ് നോക്കുക, ബി ബൈ 2a ഈ സൈഡിൽ അതുകൊണ്ട് ഇട്ടിട്ട് റൂട്ട് നമ്മൾ നോക്കുമ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഒരു പോസിറ്റീവോ നെഗറ്റീവോ സിമ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് മൊത്തത്തിൽ അത് ചെയ്തിട്ടേ അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത് റൂട്ടിനകത്ത് തന്നെ അത് കിടക്കട്ടെ. ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ, ഇതിനെ റൂട്ടിന് പുറത്തിറക്കാം. റൂട്ടിന് പുറത്തിറക്കാന്ന് വെച്ചാൽ 2ൻ്റെ സ്ക്വയർ ആണ് 4, അപ്പോൾ
2 പുറത്തെടുക്കും. 2 a സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് a ആണ്. അപ്പോൾ a. അപ്പോൾ x plus b by 2a is equal to root b square minus 4ac divided by 2a എന്ന് കിട്ടി. അപ്പോൾ ഇനി എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെയുള്ള പ്ലസ് ബി ബൈ 2a ഇപ്പുറത്തിടണം. അപ്പോൾ ഇപ്പുറത്തിടുമ്പോൾ നമ്മൾ ഇതിൻ്റെ കാര്യം, നമ്മൾ റൂട്ടിൻ്റെ കാര്യം നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. റൂട്ട് ഇടുമ്പോൾ അത് പോസിറ്റീവും വരാം നെഗറ്റീവും വരാം. ഫോർ എക്സാമ്പിൾ 2 റൂട്ട് 2 സ്ക്വയർ 4 ആണ് വരുന്നത്. -2 സ്ക്വയർ അതും 4 ആണ് വരുന്നത്. അപ്പോൾ റൂട്ടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എപ്പോഴും എന്തെഴുതണം? ഒരു പ്ലസ് ഓർ മൈനസ്, പ്ലസ് വന്നാലും മൈനസ് വന്നാലുള്ള സിമ്പിൾ ഇടുക. ഓക്കെ, പ്ലസ് വന്നാലും മൈനസ് വന്നാലും എങ്ങനെ എന്നുള്ള സിമ്പിൾ നമ്മൾ ഇടുന്നു റൂട്ടിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ എക്സ് പ്ലസ് ബി ബൈ 2a ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ബി സ്ക്വയർ മൈനസ് ബി ബൈ 2a അപ്പുറത്തിടുന്നു. ഇപ്പുറത്തിടുമ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു ഇതിന് ഇപ്പുറത്തിടുമ്പോൾ എന്താവും? മൈനസ് ബി ബൈ 2a പ്ലസ് ഓർ മൈനസ്, പ്ലസ് വരാം മൈനസ് വരാം, റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. 2a കോമൺ ആണ്, അതുകൊണ്ട് തന്നെ പ്ലസ് ആയി മൈനസ് ആയി നമുക്ക് അതിനെ ചേർത്ത് വെക്കാം, കുഴപ്പമില്ലല്ലോ. എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. ഇങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക ഇക്വേഷൻ വരുന്നത്. ഇതിനകത്തുള്ള കുറച്ച് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac, ബി സ്ക്വയർ റൂട്ടിനകത്തുള്ള ബി സ്ക്വയർ മൈനസ് 4ac. ഈ ഒരു കാര്യമാണ് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ ആദ്യം ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്. സോ നമുക്ക് ഒരു ഇക്വേഷൻ മാത്രമായിട്ട് മുകളിലോട്ട് എഴുതാം. h is equal to minus b plus or minus h is equal to minus b plus or minus root b square minus 4ac divided by 2a. എന്തായാലും ഇതിനകത്തെല്ലാം വാല്യൂസ്, ബിയുടെ വാല്യൂ ആയാലും എയുടെ വാല്യൂ ആയാലും അത് നമുക്ക് കിട്ടുന്നതനുസരിച്ച് അതിന് ആൻസർ കിട്ടും. പക്ഷേ ഈ റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac അത് പ്ലസ് ചെയ്യാനുണ്ട് മൈനസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് വരുന്ന വാല്യൂവിൻ്റെ അനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ. അപ്പോൾ ഈ ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ളത്, ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ളത് 0 കിട്ടുകയാണ്. 0 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്താലും ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ മൈനസ് ബി ബൈ 2a കിട്ടുന്ന ആൻസർ ഒറ്റ ആൻസർ കിട്ടത്തുള്ളൂ. മൈനസ് ബി ബൈ 2a എന്നുള്ള ആൻസർ കിട്ടത്തുള്ളൂ. 0 പ്ലസ് ചെയ്താലും മൈനസ് ചെയ്താലും വ്യത്യാസമൊന്നുമില്ല, മൈനസ് ബി തന്നെ കിട്ടും. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac ബിക്കം 0 ആവുകയാണെങ്കിൽ ഓൺലി വൺ ആൻസർ, ഒറ്റ ആൻസർ ഉണ്ടായിട്ടുള്ളൂ. ബി സ്ക്വയർ മൈനസ് 4ac 0 ആവുകയാണെങ്കിൽ ഒറ്റ ആൻസർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ബി സ്ക്വയർ മൈനസ് 4ac ഇതെന്നുള്ളത് ഒരു നെഗറ്റീവ് നമ്പർ വരിക, നെഗറ്റീവ് നമ്പർ വരികയാണ്. നെഗറ്റീവ് നമ്പർ വന്നാൽ എന്താണ്? നെഗറ്റീവ് നമ്പർ വന്നാൽ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു വാല്യൂ കിട്ടത്തില്ല. ദെയർ വിൽ ബി നോ ആൻസർ, നോ ആൻസർ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കിട്ടി. ബി സ്ക്വയർ മൈനസ് 4ac 0 ആവുകയാണെങ്കിൽ ഒറ്റ ആൻസർ ആണ്. ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് നമ്പർ വരുന്നെങ്കിൽ അവിടെ ആൻസർ ഉണ്ടാവത്തില്ല, അവിടെ ആൻസർ ഉണ്ടാവുന്നില്ല. ഇനിയുള്ള കാര്യം എന്ന് വെച്ചാൽ ബി സ്ക്വയർ മൈനസ് 4ac ഒരു പോസിറ്റീവ് നമ്പർ വരാനുള്ള സാധ്യതയാണ്. പിന്നീടുള്ളത് ബി സ്ക്വയർ മൈനസ് 4ac ബിക്കം എ പോസിറ്റീവ് നമ്പർ. പോസിറ്റീവ് നമ്പറാണ് വരുന്നതെങ്കിൽ അവിടെ പോസിറ്റീവ് നമ്പറിൻ്റെ റൂട്ട് നോക്കുമ്പോൾ നമുക്ക് പ്ലസും വരാം മൈനസും വരാം. റൂട്ട് കിട്ടും. പോസിറ്റീവ് നമ്പറാണ് റൂട്ടിനകത്ത് വരുന്നതെങ്കിൽ അതിന് റൂട്ട് കിട്ടും. അപ്പോൾ അതിന് പ്ലസും ചെയ്യും മൈനസും ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ രണ്ട് ആൻസർ ഉണ്ടാവും. അപ്പോൾ ഒരു ആൻസറും വരാത്ത സാഹചര്യം എന്ന് വെച്ചാൽ റൂട്ടിനകത്തുള്ളത് ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ളത് നെഗറ്റീവ് ആവുമ്പോൾ അവിടെ ഒരു ആൻസറും വരത്തില്ല. ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ളത് 0 ആവുകയാണെങ്കിൽ അവിടെ ഒരു ആൻസർ വരത്തുള്ളൂ. ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ളത് ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അവിടെ രണ്ട് ആൻസർ വരും. അതാണ് നമുക്ക് ഇതിനകത്ത് ഇക്വേഷനകത്ത്. ഈ ഒരു ഇക്വേഷനാണ് ആ ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ളത്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ള ഒറ്റ ഇക്വേഷനാണ്.
എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. എങ്ങനെയാണ് ഇക്വേഷൻ വന്നു എന്നുള്ള പ്രൂഫാണ് നമ്മൾ കണ്ടത്. h is equal to minus b plus or minus root b square minus 4ac divided by 2a. ഇതാണ് ആ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ വന്നത് നമുക്ക് മനസ്സിലായി. ആ ഇക്വേഷൻ പോസിറ്റീവ് ആണെങ്കിൽ 2 നമ്പർ, നെഗറ്റീവ് ആണെങ്കിൽ ഒരു നമ്പറുമില്ല, 0 ആണെങ്കിൽ ഒറ്റ ആൻസർ. ഇത്രയാണ് അതിൻ്റെ ആൻസേഴ്സ് കിട്ടുന്നത്. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ആൻസർ ഇല്ല, നോ ആൻസർ, there will be no answer. If it is 0 ആവുകയാണെങ്കിൽ there will be one answer, only one answer. ഒറ്റ ആൻസർ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. If the number will be a positive number, അതൊരു പോസിറ്റീവ് നമ്പർ ആണ് എങ്കിൽ there will be two answers. അവിടെ 2 ആൻസറുകൾ ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ റൂട്ട് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അങ്ങനെ 2 ആൻസേഴ്സ് ഉണ്ടാവാം. ഓക്കെ, ബൈ.